بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തഫ്സീറിൻ്റെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ചർച്ച ചെയ്തു. സൂറത്തുൽ ഇഖ്ലാസിലൂടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നാം പറഞ്ഞു. അള്ളാഹു ആരാണ് എന്ന് വ്യക്തമാക്കി. അള്ളാഹു ഏകനായ ഇലാഹാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റാരെയും ആശ്രയിക്കാത്തവനാണ്. അവന് തുല്യമായ ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇന്ന് നാം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകളാണ്. ഒന്ന് സൂറത്തുൻ നസ്ർ, അതുപോലെ മറ്റൊരു സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൻ നസ്ർ, നസ്ർ എന്ന് പറഞ്ഞാൽ സഹായം എന്നാണ് അർത്ഥം. നസ്ർ സഹായം. ആ സൂറത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച സഹായത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ സൂറത്തിൽ നസ്ർ എന്നൊരു വാചകം തന്നെ ഉണ്ട്, വാക്കുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഈ സൂറത്തിന് അന്നസ്ർ എന്ന പേര് ലഭിച്ചത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം പ്രബോധനം ചെയ്തു. അങ്ങനെ ആദ്യഘട്ടത്തിലൊക്കെ ഇസ്ലാമിലേക്ക് ഓരോരുത്തരായിരുന്നു കടന്നു വന്നിരുന്നത്. പിന്നീട് മക്കം ഫത്ഹ് ആയപ്പോൾ ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അപ്പൊ ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. മറ്റൊരു സൂറത്ത് സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറൂൻ സൂറത്ത്. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തോട് മുശ്രിക്കീങ്ങളായ ആളുകൾ പറഞ്ഞു, നബിയെ, നിങ്ങൾ കുറച്ച് സമയം ഞങ്ങളുടെ ഇലാഹിനെ ഒരു വർഷം ഞങ്ങളെ ഇലാഹിനെ ആരാധിക്കുക, ഒരു വർഷം ഞങ്ങൾ നിങ്ങളുടെ ഇലാഹിനെയും ആരാധിക്കാം. അപ്പൊ ആ സന്ദർഭം വിവരിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, നബിയെ, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. നിങ്ങൾ പറയുക ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് നിങ്ങൾ എന്താവുക, പറയുക എന്ന് അല്ലാഹു തആല നബി തങ്ങളോട് പറയാം. അപ്പൊ ഈ വിഷയങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായി നാം സൂറത്തുൻ നസ്ർ പറയാൻ ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ലെസൺ പ്ലാന് മീമിന്റെ ആപ്പിൽ ഉണ്ട്. അപ്പോൾ സൂറത്തുൻ നസ്ർ, നസ്ർ സൂറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു അൻ റബ്ബിഹി, അവിടുത്തെ റബ്ബിനെ പറ്റി ചോദിക്കപ്പെട്ടു. അപ്പൊ ആ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അതായത് അള്ളാഹുവിന്റെ സഹായം വന്നപ്പോൾ, ഇദാ ജാഅ നസ്റുല്ലാഹി, അള്ളാഹുവിന്റെ സഹായം വന്നപ്പോ, അലാ അഅദാഇഹി, അവിടുത്തെ ശത്രുക്കളുടെ മേൽ, അപ്പൊ ശത്രുക്കൾക്കെതിരെയുള്ള സഹായം വന്നപ്പോ, വൽ ഫത്ഹു, വിജയവും വന്നപ്പോ. വിജയം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫത്ഹു മക്ക, മക്കം ഫത്ഹാണ്. അപ്പൊ അങ്ങനെ വന്ന വറഅയ്തന്നാസ, ജനങ്ങളെ നിങ്ങൾ കാണുകയും ചെയ്യും, യദ്ഖുലൂന, അവര് പ്രവേശിക്കുന്നു, ഫീ ദീനില്ല, അള്ളാന്റെ ദീനിൽ അവര് പ്രവേശിക്കുന്നത് തങ്ങൾ കാണുകയും ചെയ്യും. അൽ ഇസ്ലാം, അവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് കാണുകയും ചെയ്യും. എങ്ങനെ പ്രവേശിക്കുക? അഫ്വാജൻ, സംഘങ്ങളായിട്ട്, ജമാഅത്തിൻ, സംഘങ്ങളായിട്ട് ഇസ്ലാമിലേക്ക് കടന്നത് വരെ കാണുകയും ചെയ്താൽ. അപ്പൊ ഇസ്ലാമിന്റെ ആദ്യകാലത്തൊക്കെ ഇസ്ലാമിലേക്ക് ഓരോരുത്തരായിരുന്നു കടന്നു വന്നിരുന്നത്. എന്നാൽ ഈ മക്കം ഫത്ഹായപ്പോ ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നു. ഓരോ ഗോത്രക്കാര് തന്നെ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതാണ് ഇവിടെ പറഞ്ഞത്,
ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് തങ്ങൾ കാണുകയും ചെയ്താൽ എന്ത് ചെയ്യണം? അത് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണല്ലോ, ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ളത്. അങ്ങനെ ചെയ്താൽ തങ്ങളെ റബ്ബിനെ സ്തുതിക്കൽ കൊണ്ട് തങ്ങൾ തസ്ബീഹ് ചൊല്ലണം, അതുപോലെ റബ്ബിന് ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്ന് അള്ളാഹു നബി തങ്ങളോട് പറയാണ്. അപ്പൊ ബഅദമാ കാന യദ്ഖുലു ഫീഹി വാഹിദൻ. അപ്പൊ ആദ്യഘട്ടത്തിൽ ഓരോരുത്തരിങ്ങനെ പ്രവേശിച്ചിരുന്നു. അതിനുശേഷം സംഘങ്ങളായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇത് മക്കം ഫത്തിഹിന് ശേഷമാണ്. അറബികള് ജാഅഹു അറബു, നബിതങ്ങളടുത്തേക്ക് അറബികൾ വന്നു. മിൻ അഖ്താരിൽ അർളി, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നബിതങ്ങളെ അനുസരിച്ചു കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ വന്നാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, തങ്ങളെ റബ്ബിനെ സ്തുതിക്കൽ കൊണ്ട് തങ്ങൾ തസ്ബീഹ് ചൊല്ലണം. മുതലബ്ബിസം ബിഹംദിഹി, റബ്ബിനെ സ്തുതിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട്. വസ്തഗ്ഫിരുഹു, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യണം. ഇന്നഹു കാന തവ്വാബ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കൂടുതൽ പൊറുക്കുന്നവനാണ്, അവൻ കൂടുതൽ തൗബ സ്വീകരിക്കുന്നവനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ഇറങ്ങിയ മുതൽ ധാരാളം തസ്ബീഹും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കുമായിരുന്നു. നബിതങ്ങളായിരുന്നു ബഅദ നുസൂലി ഹാദിഹി സൂറ, ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം യക്സുറു മിൻ ഖൗലി, നബിതങ്ങൾ അധികരിപ്പിക്കുമായിരുന്നു പറയൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് നബിതങ്ങൾ അധികരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നതിനേക്കുള്ള ഒരു സൂചനയാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. വഅലിമ ബിഹാ, നബിതങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കി, അന്നഹു ഖദ് ഇഖ്തറബ അജലുഹു, അവിടുത്തെ അവധി, അവിടുത്തെ വഫാത്ത് അടുത്തിട്ടുണ്ട്. ഈ സംഭവം വകാന ഫത്ഹ മക്ക, ഈ മക്കം ഫത്ഹ് ആയിരുന്നു ഫി റമളാൻ, റമളാൻ മാസത്തിലായിരുന്നു. സനത സമാൻ, ഹിജ്റ 8-ാം വർഷം റമളാൻ മാസത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് ഫി റബീഉൽ അവ്വലി സനത അശറ, 10-ാം വർഷം റബീഉൽ അവ്വൽ എന്തായി? നബി തങ്ങൾ വഫാത്തായി. അപ്പൊ ഈ സൂറത്തിലൂടെ പറഞ്ഞത് ആദ്യഘട്ടത്തിലൊക്കെ ഇസ്ലാമിലേക്ക് ആളുകൾ ഓരോരുത്തരായിട്ടായിരുന്നു കടന്നു വന്നിരുന്നത്. എന്നാൽ ഓരോ സംഘങ്ങളായിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ തങ്ങൾ ആ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ശുക്ർ ചെയ്യേണ്ടതുണ്ട്. ആ ശുക്റാണ് തസ്ബീഹ്, അതുപോലെ ഇസ്തിഗ്ഫാർ, ഇതെല്ലാം. അപ്പൊ ഈ സൂറത്തിലൂടെ നമുക്കുള്ള പ്രധാന പോയിന്റുകൾ: അള്ളാഹുവിൽ നിന്നുള്ള വിജയം നബിതങ്ങൾക്ക് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുക്കളുടെ മേലുള്ള അതിമഹത്തായ വിജയം ലഭിച്ചു. ആ വിജയത്തിന് ശേഷം ആളുകൾ വലിയ കൂട്ടങ്ങളായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതുപോലെ ആ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സ്തുതി അർപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് കൽപ്പിച്ചു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നൊരു സൂചന നബി തങ്ങൾക്ക് ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ലഭിച്ചു. കാരണം ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളും നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു സഹാബത്തിനൊക്കെ. അപ്പൊ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നതിലേക്കുള്ള ഒരു സൂചനയും ഈ സൂറത്തിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ സൂറത്തിൽ പ്രധാനമായും പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലിയത്. നബി തങ്ങൾ എന്താണ്? മഅസൂമാണല്ലോ അല്ലെ മാഷെ? നബി തങ്ങൾ എന്താണ്? പാപസുരക്ഷിതത്വം ഉള്ളവരാണല്ലോ അല്ലെ? അമ്പിയാക്കളൊക്കെ എന്താണ്? മഅസൂമികളാണ്, പാപസുരക്ഷിതത്വം ഉള്ളവരാണ്. അപ്പൊ അവർക്കൊന്നും എന്തുണ്ടാവൂല? തെറ്റുണ്ടാവൂല. അപ്പൊ അവർ എന്തിനാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? അപ്പൊ ആ ചർച്ച തന്നെ മഹാന്മാർക്കിടയിലുണ്ട്. ഇസ്മത്തുൽ അംബിയ,
മഹാന്മാരുടെ പാപസുരക്ഷിതത്വം എന്ന കിതാബ് തന്നെ മഹാന്മാർ രചിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, മറ്റു അമ്പിയാക്കള് അവരൊക്കെ ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ എന്തിനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്തിഗ്ഫാർ അത് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അവിടുത്തെ ഇസ്തിഗ്ഫാർ കാനലി തശ്രീ ഉമ്മത്തിഹി വ തഅലീമിഹി, ഒന്ന് അവിടുത്തെ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. അവിടുത്തെ സമുദായത്തിന് ഇസ്തിഗ്ഫാർ പഠിപ്പിക്കാൻ, ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തോടുള്ള ശുക്ർ വീട്ടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രാത്രി നിസ്കരിക്കുമായിരുന്നു. അവിടുത്തെ 2 കാൽപാദങ്ങളൊക്കെ നീര് കെട്ടി വീർക്കുന്നത് വരെ നബി തങ്ങൾ എന്താകും, നിസ്കരിക്കുമായിരുന്നു. അപ്പൊ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എന്തിനാ നബിയെ തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? വഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, തങ്ങൾ മഅസൂമാണല്ലോ, തങ്ങൾക്ക് തെറ്റുകളൊന്നുമില്ലല്ലോ, പിന്നെന്തിനാണ് തങ്ങള് ഇങ്ങനെ രാത്രി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി തങ്ങൾ പറയുന്നത്, അഫല അകൂനു അബ്ദൻ ശക്കൂറാണ്, ഞാൻ അള്ളാഹുവിന് ഏറ്റവും നന്ദിയുള്ള ഒരടിമയായി മാറേണ്ടയോ എന്ന് നബി തങ്ങൾ ചോദിക്കണം. അപ്പോൾ ആ ശുക്ർ വീട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. അപ്പോൾ അള്ളാഹുവിന് എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് നബി തങ്ങൾ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. പിന്നെ ഇസ്തിഗ്ഫാർ എന്നുള്ളത് ഫസ്തഗ്ഫിർഹു, ഇസ്തിഗ്ഫാർ എന്നുള്ളത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇസ്തിഗ്ഫാർ എന്നുള്ളത് പാപം പൊറുക്കാൻ മാത്രമല്ല, നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാൻ ഇസ്തിഗ്ഫാർ കാരണമാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു സംഭവം. ഒരിക്കൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ഇശാന്റെ സമയം, ആ സമയത്ത് ഒരു നാട്ടിലൂടെ അങ്ങനെ യാത്ര പോവുകയാണ്. അങ്ങനെ ആ പള്ളിയിൽ കയറി നിസ്കാരം കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് കുറേ ദൂരം സഞ്ചരിക്കണം. അപ്പൊ മഹാനവറുകൾ തീരുമാനിച്ചു, ഇന്നിവിടെ കിടന്നിട്ട് നാളെ രാവിലെ പോയാൽ മതി. എന്നാൽ അവിടെ കിടക്കാൻ നിൽക്കുമ്പോൾ ആ പള്ളിയുടെ കാവൽക്കാരൻ കൂട്ടുന്ന ആള് വന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ കിടക്കാൻ പറ്റൂല, ഇവിടെ സാധാരണ പള്ളി പൂട്ടുന്നൊരു പതിവുണ്ട്. അങ്ങനെ പള്ളി പൂട്ടി. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇറങ്ങി നടന്നു. അങ്ങനെ നടന്ന് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവിടെ ഇസ്തിഗ്ഫാർ ഒരു വീട്ടിൽ നിന്ന്, ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ഒരു ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് വെളിച്ചൊക്കെ കാണുന്നുണ്ട്. അവിടെ ഉള്ളത് ഒരു പ്രായമുള്ള ഒരു ഉപ്പയാണ്. ആ ഉപ്പയോട് ചോദിച്ചു, ഞാൻ കുറച്ച് ദൂരം നിന്ന് വരികയാണ്, ഇന്നത്തെ ദിവസം എനിക്ക് ഇവിടെ നിന്ന് താമസിക്കാൻ സൗകര്യം ചെയ്തു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ആ ഉപ്പ പറഞ്ഞു, അതെ, നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ കിടന്നുകൊണ്ട് എനിക്ക് അർദ്ധരാത്രി ആ ഉപ്പ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ ഉപ്പയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? നിങ്ങൾ ഇത്രത്തോളം വലിയ പാപം എന്താണ് ചെയ്തത്? അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ നിറവേറാനുണ്ടോ? അപ്പോ അവിടുന്ന് ആ ഉപ്പ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവോട് പറയുന്നത്, എനിക്ക് ധാരാളം ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിറവേറ്റി തന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ്? ലോകത്ത് കൂടുതൽ അറിയപ്പെടുന്ന 10 ലക്ഷം മനഃപ്പാടമാക്കിയ ഒരു ഹദീസ് പണ്ഡിതനുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം, എന്നിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് എനിക്ക് മൗത്തടയണം എന്ന് പറയണം. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ നിർത്തിക്കോളൂ, നിങ്ങൾ ആ അന്വേഷിക്കുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അത് ഞാനാണ് എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്ന ഇസ്തിഗ്ഫാർ നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ എന്താണ് കാരണമാണ്. അതുപോലെ ദമ്പിന് മാത്രമല്ല, നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് സഫലമാക്കാൻ ഇസ്തിഗ്ഫാർ കാരണമാണ്.
പിന്നെ ഇന്ന് നാം പറയുന്ന രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ എന്നാണ്. സൂറത്തുൽ കാഫിറിനൂടെ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. മക്ക മുശ്രിക്കീങ്ങൾ അവരെന്തായി ഒരു തന്ത്രം പ്രയോഗിക്കാണ്. ഒരു വർഷം നിങ്ങൾ ഞങ്ങളെ ഇലാഹിനെ ആരാധിക്കുക, ഞങ്ങളൊരു വർഷം നിങ്ങളെ ഇലാഹിനെയും ആരാധിക്കാം. അപ്പൊ അല്ലാഹു തആല നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. നിങ്ങൾ പറയുക, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കൂല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കൂല എന്ന് നബിയെ തങ്ങൾ പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാണ്. അപ്പൊ സൂറത്തുൽ കാഫിറൂൻ, കാഫിറൂൻ സൂറത്ത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഖുൽ നബിയെ തങ്ങൾ പറയാ, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിരീങ്ങളെ, ഓ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദു, നിങ്ങൾ ആരാധിക്കുന്ന ആ ബിംബങ്ങളൊന്നും ഞാൻ ആരാധിക്കൂല, ഫിൽ ഹാലി ഈ സന്ദർഭത്തിൽ ആരാധിക്കൂല, മിനൽ അസ്നാം ബിംബങ്ങളിൽ നിന്ന്, വല അൻതും ആബിദൂന മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കൂല, ഫിൽ ഹാലി സമയത്ത്. അപ്പൊ ഞാൻ ആരാധിക്കുന്നത് വഹു അല്ലാഹു വഹദ ഏകനായ അല്ലാഹു ആണ്. അപ്പൊ ഞാൻ ആരാധിക്കുന്ന ആ ഏകനായ ഇലാഹിനെ നിങ്ങൾ ആരാധിക്കൂല. വല അൻതും ആബിദൂന മാ അബദ്തും ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കൂല, ഫിൽ ഇസ്തിഖ്ബാലി ഭാവി കാലത്ത്. അപ്പൊ ഇതില് രണ്ടെണ്ണം പറയുന്നുണ്ട്, വല അൻതും ആബിദൂന മാ അഅ്ബുദു വല അന ആബിദും മാ അബദ്തു. ആദ്യം നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല, എന്നിട്ട് പറഞ്ഞു വല അൻതും ആബിദൂന മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്ന ഏകനായ ഇലാഹിനെ നിങ്ങൾ ആരാധിക്കൂല, വല അന ആബിദും മാ അബദ്തും നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ ഞാൻ ആരാധിക്കൂല. അപ്പൊ ആദ്യം പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ആരാധിക്കൂല, പിന്നെ പറഞ്ഞത് ഇനി വരും കാലങ്ങളിലും ഞാൻ ആരാധിക്കൂല. വല അൻതും ആബിദൂന മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കൂല, ഫിൽ ഇസ്തിഖ്ബാലി ഭാവി കാലത്ത്. അപ്പൊ ഇതിൽ നിന്ന് അലിമല്ലാഹു മിൻഹും അല്ലാഹു അവരിൽ നിന്ന് അറിഞ്ഞു, അന്നഹും ലാ യുമിനു അവർ വിശ്വസിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ഒരിക്കലും ആരാധിക്കൂല എന്ന് പറഞ്ഞത്. അവരൊരിക്കലും വിശ്വസിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു. എന്നിട്ട് പറയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അശ്ശിർക്കു ലക്കും നിങ്ങൾക്ക് ശിർക്ക്, നിങ്ങളെ മതം എന്താ? ശിർക്കാണ്, പങ്കു ചേർക്കുക, അള്ളാഹുവിലേക്ക് മറ്റുള്ളവരെ ചേർക്കുക. എന്നാൽ വലിയൽ ഇസ്ലാം, എനിക്ക് എൻ്റെ മതം ഇസ്ലാം മതം. ഈ സൂറത്ത് ഇറങ്ങിയത് ഖബ്ല അൻ യുഅ്മറ ബിൽ ഖിതാലി, യുദ്ധം കൊണ്ട് കൽപ്പിക്കപ്പെടുന്നതിന് മുമ്പാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. അപ്പോ നാം ചുരുക്കി പറഞ്ഞാൽ ഈ സൂറത്തിലൂടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വിട്ടുവീഴ്ച വാഗ്ദാനം ചെയ്തപ്പോ ഇറങ്ങിയ സൂറത്താണ് ഈ സൂറത്ത്. ഒരു വർഷം അവരുടെ ദൈവങ്ങളെ, അവരുടെ ബിംബങ്ങളെ ആരാധിക്കാൻ അവർ പറഞ്ഞു. അടുത്ത വർഷം അവര് അള്ളാഹുവിനെ ആരാധിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പ്രധാന കാര്യങ്ങൾ, ബഹുദൈവ വിശ്വാസം അത് ശക്തമായി നിരാകരിക്കേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ അവിശ്വാസികൾ ആരാധിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ആരാധിക്കുകയില്ല എന്ന് ഈ സൂറത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതുപോലെ ഇസ്ലാമും അവിശ്വാസവും പൂർണ്ണമായും വ്യത്യസ്തമാണ്, അതൊരിക്കലും പൊരുത്തപ്പെടാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് ഈ സൂറത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അപ്പൊ വിശ്വാസപരമായിട്ടൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സമാധാനം പ്രകടിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അപ്പോ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല.
അപ്പൊ ക്ലാസ് മനസ്സിലായോ മാഷെ? അപ്പൊ നമുക്ക് ഇനി നമ്മളെ ഇമീമിന്റെ ആക്ടിവിറ്റീസുകൾ ചർച്ച ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഈ സൂറത്തുൽ കാഫിറൂൻ ഓതേണ്ട സന്ദർഭങ്ങളും അതിന്റെ മഹത്വങ്ങളും പറയുകയാണെങ്കിൽ, സൂറത്തുൽ കാഫിറൂൻ നമ്മുടെ ഫജ്ർ നിസ്കാരത്തിലൊക്കെ കാഫിറൂൻ ഓതല് സുന്നത്തുണ്ട്. സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തില് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അതുപോലെ ഇഖ്ലാസും ഓതല് സുന്നത്തുണ്ട്. അങ്ങനെ ഹദീസനുണ്ട്, മൻ ഖറഅഹുമാ, ഈ 2 സൂറത്തും ആരെങ്കിലും ഓതിയാൽ ഫി റക്അത്തയിൽ ഫജ്രി, ഫജ്റിന്റെ 2 റക്അത്തിൽ ഓതിയാൽ ലം തുസിബുഹു ഇല്ലത്തുൻ, അവനിക്കൊരു രോഗം ബാധിക്കൂല, ഒരു രോഗം അവനക്ക് ഉണ്ടാവില്ല എന്ന് നബി തങ്ങളെ ഹദീസ് ഉണ്ട്. ഫജ്റിൽ ഓതേണ്ട മറ്റ് സൂറത്ത് ഒന്ന് അലം നശ്റഹും അലം തറ ഓതലുണ്ട്, അല്ലെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു അഹദ്. നബി തങ്ങൾ കൂടുതൽ ഓതിയത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ആണ് കൂടുതലും ഓതാറുള്ളത്. എന്നാൽ ഇടവിട്ട ദിവസങ്ങളിൽ നബി തങ്ങൾ അലം നശ്റഹും അലം തറക്ക് ഓതാറുണ്ട്. അതുപോലെ ചില സന്ദർഭങ്ങളിൽ നബി തങ്ങൾ ആയത്തുകൾ ഓതാറുണ്ട്. ആലിമ്രാനിലെ 2 ആയത്തുകളുണ്ട്, ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇടയ്ക്ക് ഓതാറുണ്ട്. ആ അതെ, വേദനകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ സാധാരണ എല്ലാവരും ഓതുന്ന ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ നബി നമ്മൾ കൂടുതൽ ഓതാറുള്ള അങ്ങനെയാണ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ആണ് നബി നമ്മൾ കൂടുതൽ ഓതാറുള്ളത്. എങ്ങനെ? മനുഷ്യന്റെ സൗണ്ട് ക്ലിയർ വരുന്നില്ലല്ലോ. അതെ അതെ. ആ അതെ, ചെറിയ നമ്മളെ മദ്രസയിലെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് ഈ വിഷയം. അപ്പോൾ ഇതിന്റെ ആക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ, സൂറത്തുൻ നസ്ർ ഞാൻ പറഞ്ഞു അല്ലേ? അപ്പൊ ഈ സൂറത്തുൻ നസ്റിലൂടെ എന്താണ് വിജയം? അപ്പൊ അള്ളാഹുവിൽ നിന്നാണെന്ന് അല്ലെ വിജയം, യഥാർത്ഥ വിജയം ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ ഈ വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ നമുക്ക് പ്രയോഗിക്കാം? അള്ളാഹുവിൽ നിന്നുള്ള വിജയങ്ങൾ. അപ്പൊ ആദ്യമായിട്ട് എന്താകണം? വിജയം അത് അള്ളാഹുവിൻ്റെതാണെന്ന് നാം തിരിച്ചറിയണം. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുമ്പോൾ
അല്ലെങ്കിൽ നാം എന്തെങ്കിലും ലക്ഷ്യം അതിൽ നമുക്ക് വിജയം കിട്ടുമ്പോൾ ഇത് എൻ്റെ മാത്രം കഴിവല്ല എന്ന് അഹങ്കരിക്കാതെ അള്ളാഹു സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ വിജയം ലഭിച്ചത് എന്ന് ചിന്തിക്കാൻ കഴിയണം. അതുപോലെ എന്താകണം, ഒരു വിജയം ലഭിച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കണം. വിജയം ലഭിച്ച ഉടനെ, സഹായം ലഭിച്ച ഉടനെ അള്ളാഹുവിനെ സ്തുതിക്കണം. അതാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, തങ്ങളെ റബ്ബിനെ സ്തുതിക്കൽ കൊണ്ട് തസ്ബീഹ് ചൊല്ലണം. അപ്പോൾ ഒരു വിജയം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ അള്ളാഹുവിനെ സ്തുതിക്കണം എന്ന് ഈ സൂറത്തുൻ നസ്റിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രല്ല പിന്നെ ഇസ്തിഗ്ഫാറും ചൊല്ലണം, പാപമോചനം തേടണം. വിജയത്തിന്റെ ആവേശത്തിൽ അള്ളാഹുവിനെ മറന്നു പോയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലണം. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കണം. നമുക്ക് ലഭിച്ച നേട്ടങ്ങളിൽ അഹങ്കരിക്കാതെ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതിനെ പങ്കുവെക്കണം. അതുപോലെ സൂറത്തുൽ കാഫിറൂൻ നാം പറഞ്ഞില്ലേ, വ്യത്യസ്തമായ വിശ്വാസങ്ങളെ ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ കാലത്ത് ഈ കാഫിറൂന്റെ പ്രസക്തി എന്താണ്? അല്ലെ, വ്യത്യസ്ത മതങ്ങളുണ്ട് ഇക്കാലത്ത്. അപ്പൊ ഈ സൂറത്തുൽ കാഫിറൂൻ എന്ന ഈ സൂറത്തിന്റെ പ്രസക്തി എന്തായിരിക്കും? അതാരെന്ന് പറയാം? നൂറ് അതിപ്പോ കുറച്ച് പേര് ചിലപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വേറെ കണ്ടിരിക്കുന്ന പേടിയുണ്ട്. ഒരാള് സർവമതം സത്യമതം പറഞ്ഞാണ്ട് അതെ അതെ. അപ്പൊ നമ്മുടെ ചുറ്റും പല വിധത്തിലുള്ള പല മതമുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഒരു മുസ്ലിം തന്റെ വിശ്വാസത്തിൽ എന്താകണം? ഉറച്ചു നിൽക്കണം. അത് മറ്റൊന്നുമായിട്ടും കൂട്ടിക്കലർത്താൻ പാടില്ല എന്നാണ് സൂറത്ത് പഠിപ്പിക്കുന്നത്. അതുപോലെ സമാധാനപരമായ സഹവർത്തിത്വം, അല്ലെ, എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അപ്പം മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കാതെ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം, അപ്പൊ എന്ന നിലപാട് തർക്കങ്ങൾ ഒഴിവാക്കി വളരെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വഴിയൊരുക്കുന്നുണ്ട്. അതുപോലെ തെറ്റായ സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട്, അല്ലെ? കൂട്ടുകാർ അനിസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതിന് നിർബന്ധിതരാകുമ്പോൾ വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാൻ ഈ സൂറത്ത് നമുക്ക് എന്താകുന്നുണ്ട്? കരുത്ത് നൽകുന്നുണ്ട്. അപ്പോൾ അനിസ്ലാമികപരമായ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് ഒരു രൂപത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നീ സൂറത്ത് നമുക്ക് ഒരു ബോധ്യപ്പെടുത്തൽ നൽകുന്നുണ്ട്, അല്ലെ? അതുപോലെ വിരുദ്ധമായ വീക്ഷണങ്ങൾ നേരിടുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ നാം എങ്ങനെ ബഹുമാനപൂർവം ഉയർത്തിപ്പിടിക്കണം? അപ്പൊ സത്യസന്ധമായ നിലപാട് നമുക്ക് കാണാം, അല്ലെ? നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ തർക്കിക്കാനോ ദേഷ്യപ്പെടാൻ നിൽക്കാതെ വളരെ വ്യക്തമായും വളരെ സൗമ്യമായും നമ്മൾ എന്താണ്? മറുപടി നൽകണം. അതുപോലെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ ഇസ്ലാമിനെ നാം എന്താണ്? കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അല്ലോ നമ്മുടെ സ്വഭാവം നന്നായിരുന്നാൽ മറ്റുള്ളവർക്ക് എന്താവും? ഇസ്ലാമിനോടൊരു ബഹുമാനം ഉണ്ടാവും. അതുപോലെ നുണ പറയാതിരിക്കുക, മാന്യമായി സംസാരിക്കുക. അപ്പൊ ഇതിലൂടെയെല്ലാം നമ്മുടെ വിശ്വാസത്തെ നമുക്ക് എന്താവും? ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും.
അതുപോലെ അനാവശ്യമായ തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. വിശ്വാസത്തെ കളിയാക്കുന്നവരോട് യുദ്ധം ചെയ്യാനല്ല, മറിച്ച് എനിക്ക് എൻ്റെ വിശ്വാസം വലുതാണ് എന്ന് മാന്യമായി പറഞ്ഞ് ആ സംസാരത്തിൽ നിന്ന്, ആ തർക്ക വിഷയത്തിൽ നിന്ന് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുപോലെ മറ്റുള്ളവരെ ബഹുമാനിക്കുക. നാം നമ്മുടെ മതത്തെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും അവരുടെ വിശ്വാസം വലുതാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ അവരെ അധിക്ഷേപിക്കാതെ നാം നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. കൂടി പറയാണ്, നാം ഇന്ന് പറഞ്ഞത് 2 സൂറത്തുകൾ പറഞ്ഞു. സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൻ നസ്ർ. സൂറത്തുൻ നസ്ർ എന്ന് പറഞ്ഞാൽ സഹായം എന്നാണ്. ഇസ്ലാമിന്റെ തുടക്കത്തിൽ ആദ്യം ഓരോരുത്തരായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നത്. എന്നാൽ നബിയോട് പറയാണ്, പിന്നീട് പിൽക്കാലത്ത് മക്കം ഫതഹിന്റെ സമയം, അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം വന്നു കഴിഞ്ഞാൽ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തങ്ങളെ റബ്ബിനെ സ്തുതിക്കൽ കൊണ്ട് തങ്ങളെ തസ്ബീഹ് ചൊല്ലണം, അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ ചൊല്ലണം. അള്ളാഹു തആല കൂടുതൽ തൗബ സ്വീകരിക്കുന്നവനാണ്. അപ്പൊ ആ സൂറത്തിലൂടെ നമുക്ക് നൽകുന്ന പാഠം, അള്ളാഹു നമുക്കൊരു സഹായം നൽകിയാൽ എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ്, എല്ലാ വിജയവും അള്ളാഹുവിൽ നിന്നാണ്. നാം ഒരു പരീക്ഷ എഴുതുകയാണെങ്കിൽ അത് ലഭിച്ച വിജയം അത് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടാണ് എന്ന് വിചാരിക്കാതെ അതൊക്കെ അള്ളാഹു നൽകിയതാണ് എന്ന ബോധ്യത്തോടുകൂടെ അതിന് ഹംദ് ചെയ്യേണ്ടതുണ്ട്, അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ സൂറത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഒരു വിജയം ലഭിച്ചു കഴിഞ്ഞാൽ, സഹായം ലഭിച്ചു കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം. അപ്പോൾ ഇങ്ങനെ വലിയ വിജയം ലഭിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ മറന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലണം. പിന്നീട് സൂറത്തുൽ കാഫിറൂനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനായ ഇലാഹാണ്, ആ ഇലാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ ഒരു നിലക്കുള്ള വിട്ടുവീഴ്ചയും ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞ ആ സന്ദർഭം, നിങ്ങൾ ഒരു വർഷം ഞങ്ങളുടെ ഇലാഹിനെ ആരാധിക്കുക, ഒരു വർഷം നിങ്ങൾ ഞങ്ങളുടെ ഇലാഹിനെ ആരാധിക്കുക, ഞങ്ങൾ ഒരു വർഷം നിങ്ങളുടെ ഇലാഹിനെയും ആരാധിച്ചു കൊള്ളാം. അപ്പൊ അത് 2 ആയത്തുകളിലായി പറഞ്ഞു. അത് ഒന്ന്, ഈ സമയത്തും ആരാധിക്കൂല, ഇനി വരും കാലങ്ങളിലും ആരാധിക്കൂല. പിന്നീട് നാം ചർച്ച ചെയ്തപ്പോൾ ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ച് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്തിഗ്ഫാർ. കാരണം എല്ലാ അമ്പിയാക്കളും മഅസൂമികളാണല്ലോ, അവർ പാപസുരക്ഷിതരാണല്ലോ. പിന്നെന്തിനാണ് അവർ പാപത്തിൽ നിന്നും പൊറുക്കലിനെ ചോദിക്കുന്നത്? അതിന് മഹാന്മാരുടെ വിശദീകരണം നാം പറഞ്ഞത്, ഒന്നിൽ തഅലീമി ഉമ്മത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ഇസ്തിഗ്ഫാർ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മറ്റൊന്ന് പറഞ്ഞത്, ഒന്ന് നബി തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി, മറ്റൊന്ന് ശുക്ർ വീട്ടാൻ വേണ്ടിയാണ്. അതേ സംഭവം പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി അവിടുത്തെ കാലിൽ നീര് കെട്ടുന്ന സമയത്തും നബി തങ്ങൾ നിസ്കരിക്കുകയാണ്. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, തങ്ങൾ മഅസൂമല്ലേ, പാപസുരക്ഷിതമുള്ളവരല്ലേ, പിന്നെന്തിനാണ് തങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകേണ്ടയോ, അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. അതുപോലെ ഈ ഇസ്തിഗ്ഫാർ അള്ളാഹുവിന് എത്ര ചെയ്താലും, എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. അത്രത്തോളം വിശാലമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം. അതുകൊണ്ടാണ് നബി തങ്ങളോട് ഇസ്തിഗ്ഫാർ, അതുകൊണ്ടാണ് അള്ളാഹു നബിയോട് ഇസ്തിഗ്ഫാർ കൊണ്ട് കൽപ്പിച്ചത് എന്നും ഈ സൂറത്തിലൂടെ നാം പറഞ്ഞു. അപ്പൊ ഇത്രയും വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇതിൽ വേറെ ഒരാൾ കയറിയല്ലോ.
അല്ലാഹു നാം പറഞ്ഞതും കേട്ടതും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الملك الملوك രാജ സയ്യിദായ റഹ്മാനെ, ഞങ്ങളിവിടെ പഠിക്കുന്ന ഇൽമിനെ നാഫിയാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം ഇൽമ് പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അള്ളാഹുവെ. ഇതിൻ്റെ എല്ലാം മിസ്ലു സവാബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റു അംബിയ, ഔലിയ, ശുഹദാ, സ്വാലിഹീങ്ങൾ എല്ലാവരുടെയും ഹളറത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. മറ്റു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹളറത്തിലേക്ക് നീ എത്തിക്കണം ധാരാളം സ്വാലിഹായ അഅമാലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് പഠിപ്പിച്ച ഉസ്താദുമാരെ ജീവിച്ചു നിൽക്കുന്നവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് നീ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു, ധാരാളം സ്വാലിഹായ അഅമാലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ മരിക്കുന്ന സമയം കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم